എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് പറഞ്ഞാൽ എല്ലാം പറയണം. ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം വല്ലാത്ത അവസ്ഥയാ. എല്ലാത്തിന്റെ കാര്യവും പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം പോയി. ഈമാൻ ഇപ്പം എല്ലാം ലൈവ് കേട്ട് എല്ലാം അങ്ങനെ ആയിപ്പോയി. ഇപ്പം പണ്ട് ഒരു തലവേദന, ഒരു ശരീരത്തിന് ഒരു വേദന വന്നു, പള്ളിയിൽ വന്നിട്ട് പറയും, ഉസ്താദെ ഒരു കുപ്പി വെള്ളം ഒന്ന് ഓദിത്താ ഉസ്താദെ, അല്ലേ? ഉസ്താദിന്റെ അടുക്കപ്പോ ഉസ്താദെ ഒരു ചരട് ഓദിത്താ ഉസ്താദെ. ഇപ്പൊ ഇതുങ്ങൾ സ്വന്തം ഓതി കെട്ടാൻ തുടങ്ങി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ഇതുങ്ങൾ സ്വന്തം. ഞാന് എൻ്റെ വീടിന്റെ പരിസരത്ത് ഒരാള് സുഖമില്ലാതെ കിടന്നിട്ട് കാണാൻ പോയി. രാവിലെ ചെന്നപ്പോ അയൽവാസി ഓടി വരുന്നു, എൻ്റെ ആടൊന്നും തിന്നുന്നില്ല ഇന്നലെ ഉച്ച മുതൽ എൻ്റെ ആടൊന്നും കഴിക്കുന്നില്ല. ആ വെള്ളം ഇങ്ങി തരാൻ പറഞ്ഞു, ആ ഓതിയ വെള്ളം ഇങ്ങി തരാൻ പറഞ്ഞു. ഈ താത്ത അകത്ത് പോയിട്ട് ഒരു പാത്രം വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇതം കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ് ചോദിച്ചു, എന്താ ഈ സംഭവം എന്ന്. അത് രാവിലെ ഉമ്മ ഏതോ മജ്‌ലിസിൽ ദിക്ർ ഓതിയിട്ട് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാവിലെ ഏതോ ഉസ്താദിന്റെ വാഴം കെട്ടി ലൈവം കൊണ്ടിട്ടു, എന്നിട്ട് ഇങ്ങനെ ദിക്ർ പറയും, ഓതും. ആ വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി തങ്ങളെ, എവിടെ എത്തി പെങ്ങളെ, നിങ്ങൾ എവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്ക്. തല തിരിഞ്ഞു പോകരുത്. ഇന്നെല്ലാം ആത്മീയ ചൂഷണം നടക്കുന്ന ഒരു കാലമാണ്. എല്ലാം പിരിവാ. എല്ലാം എനിക്കും ഗൂഗിൾ പേ ഇട്ടിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതിയില്ലല്ലേ? എല്ലാം ഗൂഗിൾ പേ ഇട്ടിട്ടിരിക്കുക. പിരിവ്. നീ ഇങ്ങനെ ആയിപ്പോയല്ലോ ഉമ്മ. ഇത്രയും കൊല്ലം നീ മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ഇത് മുഴുവനും കൊണ്ട് നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. എന്തിനാ താത്താമാരെ ഇങ്ങനെ വയല് കേൾക്കണേ? വയല് കേൾക്കണ അത്ര നല്ലതൊന്നും അല്ലട്ടാ. ഒരുപാട് വയല് കേൾക്കരുത്. ലോകത്ത് ഒരു പെണ്ണ് വയലിന്റെ മഹത്വം എന്തെന്നറിയോ? എടോ, അറിവ് പഠിച്ചാൽ അത് ചെയ്യണം. ഒരു അറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അടി വേറെ കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറത്ത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഇൽമു പഠിച്ചു, പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഒരറിവ് പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷയാ. നേരം വെളുത്ത വൈകുന്നേരം വരെ വയല് കെട്ടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്തുണ്ട് നിനക്ക്? ഈ ചെയ്യുന്നത് കേട്ടതൊക്കെ ഒന്ന് ചെയ്യെങ്കിലും വേണ്ടേ? അതിന് സമയമുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദോ ആരെങ്കിലും ഒരു ഗൂഗിൾ പേ നമ്പരും എടുത്തിട്ട് ഞങ്ങൾക്ക് ഇട്ടതാ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ അയച്ചു കൊടുക്കാൻ, എൻ്റെ പൊന്ന് താത്ത, നിന്റെ കുടുംബത്തിൽ എത്ര പാവങ്ങൾ കിടക്കണ്? നീ കൊടുത്തിട്ടുണ്ടോ ഇന്നുവരെ? നിന്റെ നാട്ടില് പള്ളിയില്ലേ? നിന്റെ നാട്ടിൽ എന്തെല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നു. നിനക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അതൊന്നും ചെയ്യാൻ സമയമില്ലാതെ, എടോ ഞാൻ കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, നല്ലതിന് കൊടുക്കടോ. ഈ ആവശ്യമില്ലാത്ത ഉഡായിപ്പിന് എന്തിനാ പൈസ കൊടുക്കണേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ട കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയേ. എല്ലാരെയും കൈകൊണ്ട് തടയാൻ പറ്റൂല. അപ്പൊ നാവ് കൊണ്ട് പറയാം. നാവ് കൊണ്ട് പറഞ്ഞാൽ തടയാൻ പറ്റുന്നതാണെങ്കിൽ നാവ് കൊണ്ട് പറയുക. കൈകൊണ്ടും പറ്റൂല, നാവ് കൊണ്ടും പറയുകയും പറ്റൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്തേക്കണം? വെറുത്തേക്കണം അതിനെ. ഞാനില്ല ഇതിനൊന്നും. നിങ്ങൾ എന്നാ വേണമെങ്കിലും കാണിച്ചോ, ഞാനില്ല, ഇത് പാപമാ, ഇറങ്ങി രക്ഷപ്പെട്ടേക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ. അങ്ങനെ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലവാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എല്ലാവർക്കും കിട്ടൂല. അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അല്ലാഹു പറഞ്ഞത് ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. പടച്ചവനെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ അബൂ ഉബൈദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. മുന്നിൽ നിൽക്കുന്നത് വാപ്പയാണെന്ന് ചിന്തിച്ചില്ല. പടച്ചവനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠമെന്താ? തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. അല്ലാഹുവേ, കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് തിരുത്താനുള്ള മനസ്സു നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, ഈ പ്രവർത്തകർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കൊടുത്താലും നിനക്കാ പ്രയോജനം, നിന്റെ പൈസ അല്ലാഹുവിന് വേണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ പഠിപ്പിക്കുമ്പോ പെങ്ങളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ? എന്തെല്ലാം രോഗങ്ങളാണ് അല്ലാഹു തരുന്ന പരീക്ഷണം അറിയുമോ? പടച്ചവനെ, പന്തല്ലൂര് നിങ്ങളുടെ പരിസരത്താണല്ലോ. പടച്ചവനെ, 2 ദിവസം മുമ്പ് എനിക്ക് അവിടെ വഴുതുണ്ടായിരുന്നു. പ്രഭാഷണം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിറങ്ങുമ്പോ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വീട്ടിലെ 3 മക്കള് രോഗികളാണ്. ഉസ്താദൊന്ന് കേറിയൊന്ന് ദുആ ചെയ്തിട്ട് പോകുമോ? അവരെന്നെ നിർബന്ധിച്ചപ്പോ രാത്രി 12:30 പടച്ചവനെ, ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു 15 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 ആൺകുട്ടികൾ 3 കസേരയിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. കൈകാലുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അവരുടെ തല പുറകോട്ട് ഇങ്ങനെ താഴ്ന്നിരിക്കുകയാണ്. ഒരാൾക്കും നടക്കാൻ കഴിയില്ല. പടച്ചവനെ, സംസാരിക്കാൻ കഴിയില്ല. 3 കസേരയിൽ നിരന്നിരിക്കുന്ന 3 മക്കളെ കണ്ടപ്പോ പ്രസവിച്ചപ്പോഴേ ഇങ്ങനെയാ ഉസ്താദേ, അല്ലാഹുവേ, ആ മക്കൾക്ക് നീ ശിഫ കൊടുക്കണേ തമ്പുരാന്. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ തമ്പുരാന്. പടച്ചവനെ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. ഇവരാരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാ. അവരൊരുപാട് നന്മകൾ ചെയ്യുന്നവരാ. അവരൊരുപാട് നന്മകൾ ചെയ്യുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നിബിധങ്ങൾ പറയുകയാ, അസ്വദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരുന്നു. ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട. അപകടങ്ങളെ തട്ടിമാറ്റും, ദുരന്തങ്ങളെ തട്ടിമാറ്റും. മക്കളെ, നിന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? നിനക്കറിയില്ല വാപ്പാ, അറിയില്ല ചെറുപ്പക്കാരാ. നിങ്ങളെ ചിരിയും കളിയുമൊക്കെ മാറും മോള്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കുകയാണ്. റബ്ബേ റബ്ബേ റബ്ബേ, അറുത്തു മുറിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടൊരു സദഖ കൊടുക്ക്. ചില ഉമ്മമാര് പറയുന്ന, ഉസ്താദേ, മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നില്ല. മാറണോ ഉമ്മ? രോഗം മാറണോ വാപ്പാ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. അതുകൊണ്ട് റബ്ബ് നിനക്കൊരവസരം തരികയാ. പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ആ മക്കൾ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. ഒരു മടിയും വേണ്ട. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. അല്ലാഹുവോട് പറയണം, എന്നെ അറുത്തു മുറിക്കരുത്, എന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റരുത്. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തരുത് എന്ന നല്ല നീയത്തോടെ ഒരു സദഖ എടുക്കൂ. നാദാ, മനസ്സു നൽകണേ അല്ലാ, മനസ്സു നൽകണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഇരുന്നവരോട് ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താ? ആ സമയത്ത് മുമ്പിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സ്വഹാബി എവിടെന്ന് പറഞ്ഞു, എനിക്കൊരുപാട് ഈ വീട് നിറയെ സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കണം, സ്വർണം കിട്ടണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ഈ വീട് നിറയെ സ്വർണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ സ്വഹാബി പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സ്വഹാബിക്ക് സ്വർണത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല. ആ സഹാബിക്ക് സ്വർണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല.
ആ സ്വഹാബിയുടെ ചിന്ത തന്നെ, പടച്ചവനെ ഈ വീട് നിറയെ എനിക്ക് സ്വർണ്ണങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമായിരുന്നല്ലോ, പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. ആരാരും സഹായിക്കാറില്ലാത്ത ഒരുപാട് പാവപ്പെട്ടവരുണ്ടല്ലോ, അവർക്കെല്ലാം അത് വിതരണം ചെയ്യാമായിരുന്നല്ലോ. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ആ സ്വഹാബി ഈ വീട് നിറയെ സ്വർണ്ണ നാണയം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നതായി ഉമർ തങ്ങളോട് പറഞ്ഞത്. രണ്ടാമത്തെ സ്വഹാബിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സമയത്ത് ആ സ്വഹാബിയുടെ മറുപടി, ഈ വീട് നിറയെ രത്നങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ്. മൂന്നാമത്തെ സഹാബിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും സമ്പത്തിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കാനുള്ള ആഗ്രഹം. കാരണം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഓരോരുത്തരും തന്റെ ആഗ്രഹങ്ങളായി പറഞ്ഞത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വഹാബത്ത് അവിടെന്ന് ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, നിങ്ങൾ ഒരുപാട് നേരമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചല്ലോ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നല്ലോ. എന്നാൽ ഉമർ തങ്ങളെ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കൂടെ ഇരുന്ന സ്വഹാബത്ത് അവിടെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? സമ്പത്ത് കിട്ടണമെന്നല്ല, സ്വർണ്ണ നാണയങ്ങളും മാണിക്യങ്ങളും പവിഴങ്ങളും ഈ വീട് നിറയെ അതൊക്കെ ഉണ്ടാകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി എന്തെന്നറിയുമോ? എന്റെ ആഗ്രഹം എന്താണെന്നറിയുമോ? എന്റെ മോഹം എന്താണെന്നറിയുമോ? ഈ വീട് നിറയെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ, ഈ വീട് നിറയെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടെന്ന് പറയുകയാണ്, ഈ വീട് നിറയെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പടച്ചവനെ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ അവിടെന്ന് ഉമർ തങ്ങൾ ഇങ്ങനെ എണ്ണി സ്വഹാബത്തിന്റെ പേര് പറയുകയാ. അബൂ ഉബൈദയെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, പടച്ചവനെ മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ മഹാനായ ഉമർ തങ്ങൾ ഇങ്ങനെ സ്വഹാബത്തിന്റെ പേര് പറയുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരുടെ പേര് പറയുകയാണ്. എന്നിട്ട് പറയുന്ന, ഇതുപോലെയുള്ള ചുണക്കുട്ടികളായ ചെറുപ്പക്കാർ ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവേ, എത്രയോ നല്ലതായിരുന്നു. ഞാൻ അവിടെ നിന്ന് കൊതിച്ചു പോവുകയാ, ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു പോവുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഈ വഅദ കേൾക്കാൻ ഓടി വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, മക്കളെ, ഇവരൊക്കെ ആരാണെന്ന് നിനക്കറിയുമോ? ആരാ? മുആദ് ഇബ്നു ജബൽ എന്നറിയുമോ? സഅദ് ഇബ്നു അബീ വഖാസ് ആരെന്നറിയുമോ? പടച്ചവനെ, അബൂ ഉബൈദ ആരാണെന്നറിയുമോ? പഠിക്കണം ചെറുപ്പക്കാരാ. ആരാണിത് പറയുന്നതെന്നറിയുമോ? സാധാരണ ഒരാളല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നത് ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 സ്വഹാബികളെ കാണിച്ചിട്ട് പറയുകയാണ്, അബൂബക്കറെ നീ സ്വർഗ്ഗത്തിലാണ്, ഉമറേ നീ സ്വർഗ്ഗത്തിലാണ്, ഉസ്മാനെ നീ സ്വർഗ്ഗത്തിലാണ്, അലിയേ നീ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പേരെണ്ണി പറഞ്ഞ ആ 10 സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ആ ഉമർ തങ്ങളാണ് പറയുന്നത്. ആരാ ഉമർ എന്നറിയുമോ ചെറുപ്പക്കാരാ? ഉമർ തങ്ങളുടെ ചരിത്രമെടുത്ത് പഠിച്ചു നോക്കണം പൊന്നുമോനെ. ഖത്താബിന്റെ മകൻ ഉമറിന്റെ ചരിത്രം വായിച്ച അതിന്റെ കൈകാല് വിറച്ചു പോകുമടാ. ആരാ ഉമർ എന്നറിയുമോ? സാക്ഷാൽ ഇബ്ലീസ് ഉണ്ടല്ലോ, ശപിക്കപ്പെട്ടവനാ ഇബ്ലീസ് ഉണ്ടല്ലോ. ആ ഇബ്ലീസ് ഉമർ വരുന്ന വഴിയിലൂടെ പോലും നടക്കാറില്ല. ഉമർ വരുന്ന വഴിയിലൂടെ പോലും അതാ ശപിക്കപ്പെട്ടവനായി ഇബ്ലീസ് നടക്കാറില്ല. അല്ലാഹുവേ, ഇബ്ലീസിന് ഉമർ തങ്ങളെ വല്ലാത്ത പേടിയായിരുന്നു. ആ ഉമർ തങ്ങളാണ് പറയുന്നത്. അതാ ചെറുപ്പക്കാരായ ചുണക്കുട്ടികളായ സ്വഹാബത്തുണ്ടല്ലോ, അവരെ പോലെയുള്ള ചെറുപ്പക്കാരി സമുദായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, പഠിക്കണേ ചെറുപ്പക്കാരാ, മക്കളെ സമയം കിട്ടുമ്പോ ആരാ അബൂ ഉബൈദ എന്ന് പഠിക്കണേ, സഅദ് ഇബ്നു അബീ വഖാസ് ആരാണെന്ന് പഠിക്കണേ. ഇവരൊക്കെ ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് സമയമില്ലല്ലോ. അവർക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചോ നബിതങ്ങളെ കുറിച്ചോ സ്വഹാബത്തിനെ കുറിച്ചോ അവരെ കുറിച്ച് പഠിക്കാൻ സമയമില്ലാതെ പഠിച്ചവനെ അല്ലാഹു തന്ന ആയുസ്സിലധികം സമയവും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സമയം ചെലവഴിക്കുന്ന യുവത്വമേ, ആരാ അബൂ ഉബൈദ എന്നറിയുമോ ചെറുപ്പക്കാരാ? പഠിക്കണേ പൊന്നുമോനെ. ആരാ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരന്റെ ചരിത്രമൊന്ന് പഠിച്ചു നോക്ക്. അവര് സാധാരണ ആൾക്കാരല്ല. അവരാരാണെന്നറിയുമോ? അവരുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അവരുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയിട്ട് സമാധാനിപ്പിച്ച സ്വഹാബികളാ. ഖുർആൻ എടുത്ത് ഓതി നോക്ക്. പരിശുദ്ധമായ ഖുർആനിലെ ചരിത്രങ്ങൾ വായിച്ചു നോക്ക്. മനസ്സൊന്ന് വേദനിച്ചപ്പോ, അവർക്കൊരു സങ്കടമുണ്ടായപ്പോ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ അല്ലാഹു സമാധാനിപ്പിച്ച അടിമകളാ, അല്ലാഹു സമാധാനിപ്പിച്ച അടിമകളാ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർക്ക് പഠിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് പഠിക്കാൻ, മക്കളെ ഞാൻ ആ ചെറുപ്പക്കാരന്റെ ചരിത്രം പറഞ്ഞു തരാം. ആരാ അബൂ ഉബൈദ എന്നറിയുവോ? ആരാ അബൂ ഉബൈദ എന്ന് പറയുമോ? എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാ. ബദർ യുദ്ധം നടക്കുന്ന രണാങ്കണമുണ്ടല്ലോ, അബൂ ഉബൈദ ആരാണെന്ന് പഠിക്കടാ ചെറുപ്പക്കാരാ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അതാ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ആ ബദറിന്റെ രണാങ്കണത്തിലൂടെ വാള് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി നടക്കുകയാ. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ പടച്ചവനെ ഒളിച്ച് നടക്കുകയാണ്, ആരോ ഒരാള് കാണാതിരിക്കാൻ. അതാ അവിടെ നിന്ന് പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. എന്തിനാണ് പതുങ്ങി നടക്കുന്നതെന്നറിയുമോ? തന്റെ വാപ്പയുടെ കണ്ണിൽ പെടാതിരിക്കാൻ, തന്റെ പിതാവിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അബൂ ഉബൈദ ഇങ്ങനെ ഒളിച്ചു നടക്കുകയാണ്. കാരണം പിതാവ് ശത്രുവിന്റെ ഭാഗത്താണ്, അബൂ ഉബൈദ മുസ്ലിമാണ്, വാപ്പ ശത്രുവിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് വാപ്പയുടെ കണ്ണിലെങ്ങാനും പെട്ടുപോയാൽ യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. അതുകൊണ്ട് പിതാവ് കാണാതെ അബൂ ഉബൈദ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്നാ മറുഭാഗത്ത് ജറാഹ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, മകനെ തേടി നടക്കുകയാണ്. വേറെ ഒരു മുസ്ലിമിനെയും വേണ്ട, വേറെ ഒരു മുസ്ലിമുമായി യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. പടച്ചവനെ, ജറാഹ് എന്ന് പറയുന്ന പിതാവ് ചോദിക്കുന്നു, എന്റെ മകനെ വിട്, എന്റെ പൊന്നാര മകനെ വിട്. വാപ്പ മകനെ കൊല്ലാൻ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. മകനാണെങ്കിൽ വാപ്പയെ കാണാതെ ഒളിച്ചു നടക്കുകയാണ്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു
തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിൽക്കുമ്പോ ജറാഹ് എന്ന് പറയുന്ന പിതാവ് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ അവിടെന്ന് പറഞ്ഞു, മുഹമ്മദ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോ ആ മനുഷ്യൻ അവിടെന്ന് പറഞ്ഞു, ഇറങ്ങിവിടാ മുഹമ്മദ്, എന്റെ മകനെ ഇറക്കി വിട്, നിന്റെ അടുക്കൽ നിൽക്കുന്നവനെ ഇറക്കി വിട്. മുഹമ്മദേ, നീ പറയുന്നത് നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചാൽ? ജറാഹു പറയുകയാണ്, മുഹമ്മദേ, നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചാ അവര് നേരെ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്നല്ലേ നീ പറയുന്നത്? എന്നാൽ ആ നിൽക്കുന്നവനെ ഇറക്കി വിട്, എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. അല്ലാഹുവിന്റെ റസൂലിനോട് ജറാഹു പറയുകയാണ്. നബിതങ്ങൾ മിണ്ടിയില്ല. ഉടനെ അബൂ ഉബൈദയുടെ പിതാവായ ജറാഹുണ്ടല്ലോ, തന്റെ പൊന്നാര മകനെ ദേഷ്യം പിടിപ്പിക്കാൻ ചീത്ത വിളിക്കുകയാണ്. അവിടെന്ന് ചിന്തിച്ചു, വല്ലാ, എന്റെ വാപ്പയല്ലേ, എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. തന്നെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടും തന്റെ പൊന്നാര മകൻ ഇറങ്ങി വരുന്നില്ല. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരാതെ വന്നപ്പോ ജറാഹനറിയാ, ഏതൊരു മകനോടും തന്റെ ഉമ്മയെ കുറിച്ച് മോശമായി പറഞ്ഞ, തന്റെ ഉമ്മയെ പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും സഹിക്കില്ലല്ലോ, അവന്റെ രക്തം തിളയ്ക്കുമല്ലോ. അതുകൊണ്ട് ജറാഹു പറഞ്ഞു, നീ വഴിപിഴച്ചുണ്ടായവനാടാ, നീ അതാ വ്യഭിചാരത്തിലുണ്ടായതാണ്. ഞാൻ എന്റെ മകനല്ലടാ, ഞാൻ നിന്റെ വാപ്പയല്ലടാ. സ്വന്തം ഉമ്മാനെ വ്യഭിചാരി എന്ന് വിളിക്കുമ്പോ പടച്ചവനെ അബൂ ഉബൈദ ചിന്തിച്ചു, അല്ലാ, ആ മനുഷ്യന് സ്വന്തം ഭാര്യയല്ലേ പറയുന്നത്? എന്റെ ഉമ്മയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലോ. മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടും തന്റെ പന്നാര മകൻ ഇറങ്ങി വരുന്നില്ല. അവസാനം ജറാഹിനറിയാ, ഇനി വേദനിക്കണമെങ്കിൽ അവനെ പറഞ്ഞാൽ അവന് വേദനിക്കൂല, അവന്റെ ഉമ്മയെ പറഞ്ഞാൽ അവന് വേദനിക്കൂല. ഇനി അവന് വേദനിക്കണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞാൽ തന്റെ പൊന്നാര മകന് വേദനിക്കുമെന്ന് പിതാവിനറിയാ. അതുകൊണ്ട് ജറാഹ് മുത്തുനബിയെ ചീത്ത പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയാണ്. പടച്ചവനെ, അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മയെ പറഞ്ഞപ്പോ വേദനിക്കാത്ത, ഇറങ്ങി വരാത്ത ജറാഹ് നബിതങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. സഹാബത്ത് പറയുകയാണ്, പടച്ചവനെ, അതാ കൈകാലുകൾ വിറയ്ക്കുന്നത് കണ്ടു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉറയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് തന്റെ പിതാവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുകയാണ്. റബ്ബേ, കുറച്ചു സമയത്തേക്ക് ഒന്നും കാണാനില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ മുമ്പിൽ വന്ന് സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തലതിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയിരിക്കുകയാ. തന്റെ വാപ്പയുടെ തല വെട്ടിക്കെട്ടാണ് മുത്തുനബിയുടെ മുമ്പിൽ വന്ന് സലാം പറയുന്നത്. നബി തങ്ങൾ അവിടുന്ന് തലതിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ രണ്ടാമതും നബി തങ്ങളോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സലാം അടക്കുന്നില്ല. പടച്ചവരെ, നബി തങ്ങളോട് സലാം പറഞ്ഞിട്ടും അടക്കുന്നില്ല. കാരണം തന്റെ പിതാവിന്റെ തലയാണല്ലോ.
സ്വന്തം ഉപ്പാന്റെ തല വെട്ടികെട്ട് വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. പടച്ചവനെ, കൊലപാതകമെന്ന് പറയുന്നത് വല്ലാത്ത പാപമാണ്. ലോകത്തുള്ള സർവരെയും കൊന്നതിന് തുല്യമാണ്. പടച്ചവനെ, ഒരാളെ കൊല്ലുന്നത് ഒരിക്കലും ബാപ്പയെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ലടോ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വല്ലാത്ത സ്നേഹമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള വല്ലാത്ത മഹബ്ബത്തുണ്ടല്ലോ. ആ സ്നേഹം കാരണം പിതാവ് തന്റെ നബിതങ്ങളെ പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പടച്ചവനെ ഇറങ്ങിപ്പോയതാണ്. നബിതങ്ങൾ സലാം അടക്കാതെ വന്നപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് വേദനിക്കുകയാ. പടച്ചവനെ, ഞാൻ ചെയ്തത് നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. മുത്തുനബിയെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോ സഹിക്കാൻ പറ്റാതെ ചെയ്തതല്ലേ. നബിതങ്ങൾ സലാം പറയാതെ ഇരിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സങ്ങ് വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് ഓതിക്കൊടുക്കുകയാ, ലാ തജിദ് ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ അഖ്വാനഹും. അല്ലാഹുവിന്റെ ഖുർആൻ വഅസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ നബിതങ്ങളോട് വന്നിട്ട് പറയുന്നു, സലാമടക്കു നബിയേ, സലാമടക്കു നബിയേ. ആ ചെറുപ്പക്കാരനെ വേദനിപ്പിക്കല്ലേ നബിയേ. പടച്ചവനെ, കാരണം ആ ചെറുപ്പക്കാരന്റെ സ്നേഹമുണ്ടല്ലോ. വാപ്പയെക്കാൽ, ഉമ്മയെക്കാൽ, ഭാര്യയെക്കാൽ, മക്കളെക്കാൽ, എന്തിനാ അവന്റെ ജീവനേക്കാൾ നബിതങ്ങളെ സ്നേഹിക്കണമല്ലോ. ആ സ്നേഹം കൊണ്ടാണല്ലോ ആ ചെറുപ്പക്കാരനത് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? വാപ്പാടെ തലവെട്ടാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തല മുറിച്ചെടുക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ദീട്ട് ശരീഅത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുന്നത് കണ്ടാ ഒരു മുസ്ലിം പ്രതികരിച്ചു പോകുമടോ, ഒരു മുസ്ലിം പറയുമടോ, തന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ഒരു പ്രവർത്തനം കണ്ടാൽ അങ്ങനെ പറയുന്ന ചിലരുണ്ടടോ, അത് പറയുന്ന ചിലരുണ്ടടോ. നമ്മളിൽ പലരും ചോദിക്കാറില്ലേ, എന്തിനാ നീ മാത്രം എല്ലാത്തിനും എതിര് നിൽക്കുന്നത്? ഏത് കാര്യത്തിനും നീ എതിരാണല്ലോ, നീ എല്ലാത്തിനും എതിര് പറയുമല്ലോ, എന്തിനാ നീ മാത്രം ഇങ്ങനെ ചാടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ഈമാനുള്ളവര് പ്രതികരിക്കുമടോ, ഈമാനുള്ളവര് പറയുമടോ. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കാണുമ്പോ അവര് പ്രതികരിച്ചു പോകുന്നത്. അതാരായാലും അവര് പറയുമടോ, അതാരായാലും അവിടെ പറയുമടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നബി തങ്ങൾ അവിടെ പറയുകയാണ്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത്
കണ്ടത് കണ്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നിന്റെ മുമ്പിൽ നടക്കുന്നത് കണ്ടാ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇല്ലം യസ്തതി' ബിലിസാനി നിബിതങ്ങൾ പറയുകയാണ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാ നിന്റെ കൈകൊണ്ട് നീ തടയണേ, നിന്റെ കൈകൊണ്ട് നീ തടയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും കൈകൊണ്ട് തടയാൻ പറ്റണമെന്നില്ല. നിബിതങ്ങൾ പറയുകയാണ് നിന്റെ നാവ് കൊണ്ട് നീ തടയണേ, നിന്റെ നാവ് കൊണ്ട് നീ പറയണേ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ നീ നിന്റെ കൈ കൊണ്ട് തടയണം. അതിനു പറ്റത്തില്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് തടയണം. അതിനും പറ്റത്തില്ലെങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് വെറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നീ നാട് നന്നാക്കണ്ട, നീ രാജ്യം നന്നാക്കണ്ട, നീ നാട് നന്നാക്കണ്ട, നീ നാട്ടുകാരെ നന്നാക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ കുടുംബത്തിലെങ്കിലും നിനക്ക് നന്നാക്കാൻ പറ്റുമല്ലോ. നിന്റെ കുടുംബത്തിൽ അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നാൽ നീ നാട്ടുകാരെ നന്നാക്കണ്ട, നിന്റെ ഭാര്യ നിനക്ക് നന്നാക്കാമല്ലോ, നിന്റെ മക്കളെ നീ നന്നാക്കാമല്ലോ. പഠിച്ചവനെ, ഒരു തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാറ് നിന്റെ കുടുംബത്തിൽ നിനക്ക് അവകാശമുണ്ടല്ലോ. പക്ഷേ നമ്മളിൽ പലരും ചെയ്യാറില്ലടോ, നമ്മളിൽ പലരും ചെയ്യാറില്ലടോ. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ നടന്നാൽ നമ്മളിൽ പലരും പ്രതികരിക്കാറില്ല, നമ്മളിൽ പലരും പറയാറില്ല. അവിടെ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാ. കുടുംബത്തിൽ ഒരു നിക്കാഹ് വന്നാൽ എന്തെല്ലാം പേക്കൂത്തുകളാ കാണിക്കുന്നത്. പടച്ചവനെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നിക്കാഹ് വന്നാൽ സഹോദരാ, ഇതുപോലെ എന്തെല്ലാം വൃത്തികേടുകളാണ്. അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഇന്നത്തെ കല്യാണങ്ങൾ ഒരു ദിവസമല്ല സഹോദര, പടച്ചവനെ, എത്ര ദിവസം? 4 ദിവസം കല്യാണമാണ്. എന്തെല്ലാം അനാചാരങ്ങളാണ്. എല്ലാവരും ഒരേ കളറുള്ള വസ്ത്രമാണ്. ആണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറ്, പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറ്. പെങ്ങളെ, എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ സഹിക്കാൻ കഴിയുമോ പെങ്ങള്? ഇതെല്ലാം കണ്ടിട്ട് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുമോ? എടോ, ഏത് കുടുംബത്തിലും ഒരു നല്ല മനുഷ്യനുണ്ടാകും. ഏത് കുടുംബത്തിലും പടച്ചവനെ ഒരു നല്ലവനുണ്ടാകുമല്ലോ. എന്നാൽ ഇന്നത്തെ കുടുംബങ്ങളിൽ ഒരു നല്ല മനുഷ്യനില്ലാതെ പോകുന്നു. തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രായമുള്ള ഒരാൾ വീട്ടിലില്ലാതെ പോകുന്ന കാലമാ.